ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രലാൽ എന്നാണ്. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഴ്ചയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, അല്ലേ? ഓക്കെ. കാരണം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങുന്ന ദിവസം 26-ാം തീയതി ഒരു പക്ഷേ +2 കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷയായ IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ വരികയാണ്. അപ്പോൾ നിങ്ങൾ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട്. IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള പുറത്തും കുട്ടികളുണ്ട്. അപ്പോൾ ഏകദേശം 8,000-ഓളം കുട്ടികൾ ഈ വർഷം കേരളത്തിൽ നിന്ന് JEE അഡ്വാൻസ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സാധാരണ വരുന്ന വർഷങ്ങളിൽ നിന്ന് കുറച്ച് കൂടുതൽ വരുന്ന നമ്പറാണ്. അപ്പോൾ IIT ഇപ്പോൾ അല്ലെങ്കിൽ IITകളെന്ന് പറയുന്നത് കേരളത്തിലും വളരെയധികം പോപ്പുലറായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. എല്ലാവരും ഒരുപക്ഷെ പോപ്പുലർ അല്ലാത്തതുകൊണ്ടായിരിക്കില്ല, IIT എക്സാം ഹാർഡല്ലേ, അതുകൊണ്ട് അത് എഴുതിയാൽ കിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് പല കുട്ടികളും അതിന് വലിയ സീരിയസ് പ്രിപ്പറേഷനൊന്നും കൊടുത്തിരുന്നില്ല നേരത്തേക്ക്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ആ കാര്യവും IIT വളരെ വലിയ ചലഞ്ചസുകൾ നേരിടാനുള്ള ആ ഒരു മനോധൈര്യവും ആ ഒരു കോൺഫിഡൻസും നമ്മുടെ കേരളത്തിലുള്ള കുട്ടികളും അച്ചീവ് ചെയ്തിരിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ആക്ച്വലി ഇത്രയും കുട്ടികൾ, ഏകദേശം 8,000-ഓളം കുട്ടികൾ ഈ പറയുന്ന IIT അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ഈ വർഷം ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നതിൽ ഒരുപക്ഷെ IITയിൽ ഇത്രയും കുട്ടികളൊക്കെ ക്വാളിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ആത്മവിശ്വാസം കുട്ടികളിലേക്ക് എത്തിച്ചതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളത് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിന് തന്നെയാണ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ 2010-ലൊക്കെയാണ് ശരിക്കും സീരിയസ് ആയിട്ട് പ്രത്യേകിച്ചുള്ള IIT ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇതിലേക്ക് വന്നിരുന്നുള്ളൂ. പലരോട് പഠിക്കുന്ന പല കുട്ടികളോടും ചോദിച്ചാൽ അവരൊന്നുകിൽ മെഡിക്കൽ പ്രിഫർ ചെയ്യും, MBBSന് പോകാമെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ IIT ഒക്കെ നമ്മൾ എഴുതിയാൽ കിട്ടുമോ, അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണോ, അതൊക്കെ നോർത്ത് ഇന്ത്യൻ കുട്ടികൾക്കുള്ളതല്ലേ എന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരിക്കുകയും പലരും ഇതിലേക്ക് വരാൻ മടിച്ചു നിൽക്കുകയും ചെയ്യുന്ന സമയത്താണ് ശരിക്കും പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ IIT എന്ന് പറയുന്ന ഈ കോച്ചിങ് സ്പെഷ്യൽ കോച്ചിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 വർഷത്തിന് ശേഷം നമ്മൾ അപ്പോൾ റിപ്പീറ്ററിന് മാത്രമായിരുന്നു മെയിനായിട്ട് IITയിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് ആ സമയത്ത് കുറച്ച് ലോങ് ടൈം ബാച്ചുകളും IITയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. 2-3 വർഷത്തിന് ശേഷം നമ്മൾ റെസിഡൻഷ്യൽ രീതിയിൽ തന്നെ 2 വർഷം അല്ലെങ്കിൽ ഏകദേശം 2.5 വർഷത്തോളം നീളുന്ന ഒരു IIT അഡ്വാൻസ്ഡ് കോച്ചിങ് പ്രോഗ്രാം കൊണ്ടുവരികയും അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചേഴ്സും ബാക്കി എല്ലാ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ടും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, അതിൻ്റെ ഒരു പീക്ക് റിഫ്ലക്ഷനിലേക്കൊക്കെ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 8,000 പേര് കേരളത്തിൽ നിന്ന് അഡ്വാൻസ്ഡ് പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്നത് അതൊരു ചെറിയ നമ്പറല്ല. കാരണം ഇന്ത്യയിൽ മൊത്തം ക്വാളിഫൈ ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം തന്നെ ഏകദേശം 2.5 ലക്ഷത്തിനോടടുത്താണ് വരുന്നത്. ഈ 2.5 ലക്ഷത്തിൽ നിന്ന് 8,000 എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് വൈസ് നിങ്ങൾ കണക്കാക്കി നോക്കുക, അത് വളരെ വലിയൊരു പെർസെൻറ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കേരളവും കേരളത്തിലെ കുട്ടികളും മലയാളി കുട്ടികളും ഒക്കെ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ലെവലിലുള്ള ഏറ്റവും വലിയ പരീക്ഷ നല്ല രീതിയിൽ കോമ്പറ്റേറ്റ് ചെയ്യുന്നതിന്, നോർത്ത് ഇന്ത്യയിലുള്ള കുട്ടികൾക്കും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കൊടുക്കുന്നതിന്, ഒരു പക്ഷേ അവരെക്കാളും നല്ല രീതിയിൽ റിസൾട്ടുകൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് പ്രിപ്പറേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനും ഇവിടുത്തെ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റിനുള്ള ആ ഒരു അഭിമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പിന്നെ IIT എഴുതാൻ നിങ്ങൾ അടുത്ത ഞായറാഴ്ച 26-ന് നിങ്ങൾ IIT പരീക്ഷ, എല്ലാവർക്കും ഒരു IITക്ക് 2 പേപ്പറാണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉമാണ്, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വെച്ചിട്ട്. അപ്പോൾ ആ പരീക്ഷ എഴുതുമ്പോൾ ഒരുപാട് കുട്ടികളുടെ ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ആ പരീക്ഷ എന്ന് പറയുന്നത് എഴുതുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുകയും ഓവറായിട്ട് പല കാര്യങ്ങളെയും കുറിച്ച് ചിന്തിച്ച് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്യുകയും ടെൻഷൻ ഡെവലപ്പ് ചെയ്യുകയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ആ ഒരു പരീക്ഷാ ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഏകദേശം ഒരു 6 മണിക്കൂറോളം പരീക്ഷ എഴുതാൻ തന്നെയുണ്ട്. ഏകദേശം 7 മണിക്കൂറോളം നമുക്ക് IITക്ക് ആ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഓൺലൈൻ പരീക്ഷയാണ് എഴുതുന്നത്, നിങ്ങൾക്ക് സിസ്റ്റവുമായിട്ട് ആ ഒരു ഇൻറ്ററാക്ഷൻ ആണ് ഉള്ളത്, കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചാണ് നിങ്ങളിത് എഴുതുന്നത് തന്നെ. അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളുടെ പല കൺഫ്യൂഷൻസും ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ അതിൻ്റെ 1-2 കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ IIT പരീക്ഷ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. IIT അഡ്വാൻസ്ഡ് പരീക്ഷ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. ഒരു സാധാരണ ഒരു വേൾഡ് കപ്പ് ഫൈനൽ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നമുക്കറിയാം, ക്രിക്കറ്റ് ആയിരുന്നാലും ഫുട്ബോൾ ആയിരുന്നാലും ഏതായിരുന്നാലും ഒരു വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ പോകുമ്പോൾ ഏറ്റവും മികച്ച കളിക്കാർ വരെ വളരെയധികം ടെൻസ്ഡ് ആയിരിക്കും. അത് ആ സിറ്റുവേഷൻ്റെ ഒരു വലിപ്പം കാണിക്കുന്നതാണ്. അതുപോലെയാണ് ഇതൊരു IIT അഡ്വാൻസ്ഡ് പരീക്ഷയാണ് എന്നുള്ള ആ ഒരു ചിന്ത തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമ്മളെ ടെൻഷനിലേക്ക് കൊണ്ടുപോകാനുള്ള റീസൺ എന്ന് പറയുന്നത്.
അപ്പം ഞാൻ എത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞാലും ആ ടെൻഷൻ ഇല്ലാതാക്കി വയ്ക്കാൻ, അതില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. എല്ലാ കുട്ടികളും അണ്ടർ ടെൻഷൻ തന്നെയായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ആ ടെൻഷൻ, ആ ആൻസൈറ്റി നിങ്ങളെ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ആൻസൈറ്റി, കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ ടെൻഷൻ അതിലേക്ക് വന്നാൽ ഒരുപക്ഷെ നമ്മുടെ മാർക്ക്, നമുക്ക് കിട്ടാവുന്ന ആക്ച്വൽ നമ്മൾ ഡിസർവ് ചെയ്യുന്ന മാർക്കിനെക്കാളും ഒരു 5% താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇത്രയും പരീക്ഷ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും IIT അഡ്വാൻസ്ഡ് പരീക്ഷകളുടെ ട്രയൽ എക്സാമിനേഷൻ, അതും വളരെ ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ച് നടക്കുകയാണ്. ഇത്രയും പരീക്ഷകൾ എഴുതിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻ്റെ ഫെമിലിയാരിറ്റി വളരെയധികം കൂടുതലായിരിക്കും. ഈ ഫെമിലിയാരിറ്റി മനസ്സിൽ കീപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപക്ഷെ ഇന്ത്യയിൽ പരീക്ഷ എഴുതുന്ന 2 ലക്ഷം കുട്ടികളിൽ, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്ന 8000 കുട്ടികളിൽ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ വരുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കുറേ കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസിൽ ഫെമിലിയാരിറ്റിയും കുറേ കൂടെ തിയററ്റിക്കൽ കോൺസെപ്റ്റ്സിലുള്ള ഇൻഡെപ്ത് നോളേജൊക്കെ ഗെയിൻ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു അഡീഷണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ കാര്യം നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ്. ടെൻഷൻ പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും പറ്റില്ലെങ്കിലും അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. ഇതൊരു ഫൈനലാണ്, ശരിയാണ്. ആ ഫൈനൽ എത്രയൊക്കെ പറഞ്ഞാലും കണ്ടിട്ടില്ല, ഇന്ത്യ പലപ്പോഴും വേൾഡ് കപ്പിൻ്റെയൊക്കെ ഫൈനൽ എത്തിയിട്ട് തോറ്റു പോകുന്ന ഒരു സിറ്റുവേഷൻ. അവിടെയൊക്കെ നമ്മുടെ വലിയ കളിക്കാരൊക്കെ ചിലപ്പോൾ ഫൈനലിൽ പെർഫോം ചെയ്യാതെ പോകുന്ന അവസരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അത്ര വലിയ കളിക്കാരല്ലാന്ന് പേര് കേട്ട ചില ആൾക്കാർ ഫൈനലിൽ പെർഫോം ചെയ്യുകയും അവരുടെ രാജ്യത്തെ വേൾഡ് കപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാരണം അവർ ആ റിസൾട്ടിനെ കുറിച്ച് കുറച്ചുകൂടി ലെസ് ബോധേഡാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ വേണ്ടത്. റിസൾട്ടിനെ കുറിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത്, പരീക്ഷയെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പരീക്ഷയാണ്, നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതി, മിക്ക ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പരീക്ഷ, അഡ്വാൻസ്ഡ് പരീക്ഷയിൽ എഴുതുന്നത് എന്നുള്ള ആ ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു വലിയ ചിന്ത, ഓഫ് കോഴ്സ് അത് വളരെ വലുത് തന്നെയാണ്, വളരെ വളരെ വലുത് തന്നെയാണ്. പക്ഷേ എന്നാൽ അതിനെക്കുറിച്ച് അമിതമായി ചിന്തിക്കേണ്ട, അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും ആ പരീക്ഷ എന്ന് പറയുന്നത്. മാത്രമല്ല നിങ്ങൾ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിൽ ഏകദേശം 13 ലക്ഷത്തിൽ കൂടുതൽ കുട്ടികൾ JEE മെയിൻ പരീക്ഷ എഴുതിയിരുന്നു. അതിൽ നിന്നാണ് 2 ലക്ഷം കുട്ടികൾ ഇതിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അഡ്വാൻസിലേക്ക്. 2 ലക്ഷം, അപ്പോൾ ഏകദേശം 1/6 ആണ്. ആ പരീക്ഷ എഴുതിയ, JEE മെയിൻ പരീക്ഷ എഴുതിയ കുട്ടികളിൽ 6-ൽ 1 കുട്ടി മാത്രമേ അഡ്വാൻസിലേക്ക് ക്വാളിഫൈ ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ 6-ൽ 1 നിങ്ങളെന്ന് പറയുന്നത്. ആ 6 പേരിൽ അപ്പോൾ 5 പേരെ നിങ്ങളുടെ പുറകിലാക്കിയിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും ആത്മവിശ്വാസം തരുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് IIT പരീക്ഷയിൽ ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ആരും ആലോചിക്കേണ്ട. പരീക്ഷാ ഹാളിൽ നമ്മൾ ഏതൊരു സാധാരണ പരീക്ഷയും കാണുന്ന പോലെ IIT പരീക്ഷ വലുതാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷനും വളരെ വലുതായിരുന്നു. സാധാരണ ഒരു നീറ്റ് ലെവലിലോ അല്ലെങ്കിൽ JEE മെയിൻ ലെവലിലോ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ അഡ്വാൻസിന് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. പരീക്ഷ വലുതാണ്, നമ്മുടെ പ്രിപ്പറേഷനും വലുതാണ്. ശരിക്കും ചാമ്പ്യൻസ് ആ റൈറ്റ് ടൈമിൽ പെർഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചാമ്പ്യൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ റൈറ്റ് ടൈമിൽ പെർഫോം ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് പരീക്ഷയെക്കുറിച്ചുള്ള അമിത ചിന്ത മനസ്സിൽ നിന്ന് ആദ്യം ഒഴിവാക്കുക. പിന്നെ സബ്ജക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെക്കുറിച്ചും ടീച്ചേഴ്സ് നിങ്ങളോട് സംസാരിക്കുക. എനിക്ക് ഫിസിക്സിനെ കുറിച്ച് മാത്രമേ പറയാൻ കുറച്ചെങ്കിലും അറിയാം. പരീക്ഷയ്ക്ക് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊരു 100-ൽ 100 മാർക്ക് വാങ്ങുന്ന പരീക്ഷയൊന്നുമല്ല. നിങ്ങൾക്ക് 100-ൽ 60 മാർക്ക് ഫിസിക്സിന് സ്കോർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ റാങ്ക് ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ 1000 അടുത്തായിരിക്കും വരിക. നിങ്ങൾക്ക് 100-ൽ 70 സ്കോർ ചെയ്യാൻ ഫിസിക്സിൽ പറ്റിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 100-200 റേഞ്ചിലേക്കൊക്കെ വന്നിരിക്കും. കാരണം പരീക്ഷ ചില വർഷങ്ങളിൽ പാടാവാറുണ്ട്, ചില വർഷങ്ങളിൽ മീഡിയം ലെവൽ, ചില വർഷങ്ങളിൽ ഈസി ലെവലും വരാറുണ്ട്. ഹാർഡും മീഡിയം ഈസി ലെവൽ പരീക്ഷകൾ പല വർഷങ്ങളിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പരീക്ഷ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നതായിട്ടാണ് പറഞ്ഞിരുന്നത്. അതിന് മുമ്പത്തെ വർഷം കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം കണ്ടിരിക്കുന്നത്, പരീക്ഷ ഹാർഡാണെങ്കിൽ ഈസി ആണെങ്കിലും മാർക്കിൻ്റെ ലെവലിൽ വലിയ വ്യത്യാസമൊന്നും വന്ന് കണ്ടിട്ടില്ല. എല്ലാ വർഷവും 210-220 റേഞ്ചിലാണ് ആ 1000 റാങ്കിൻ്റെ കട്ട് ഓഫ് വരുന്നത്. പരീക്ഷ ഹാർഡാണോ ഈസി ആണോ എന്നുള്ള കാര്യം അതിനെ വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ കാര്യമാണ്, ഇതൊരു IIT പരീക്ഷ അല്ലേ എന്നുള്ള ചിന്ത. എളുപ്പമുള്ള പരീക്ഷയാണെങ്കിൽ പോലും അത് ചിലപ്പോൾ ഹാർഡായിട്ട് നമുക്ക് പരീക്ഷ ഹാളിൽ ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കൂടുതൽ സ്കോർ ചെയ്യുന്നതിന് പകരം നിങ്ങൾ എഴുതുന്നതെല്ലാം ആക്യുറേറ്റ് ആണ് എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കാരണം ഓഫ് കോഴ്സ് ഇവിടെ ടൈം ഒരു ഫാക്റ്റ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള പരീക്ഷയെ പോലെ ടൈമുമായിട്ടൊരു വലിയ റണ്ണിങ് നമുക്കിവിടെ ഇല്ല, ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ ഇവിടെ ഇല്ല. കാരണം 18 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കുറേ വർഷങ്ങളായിട്ട് 17 to 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എല്ലാ പേപ്പറിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഫിസിക്സിൽ അറൗണ്ട് 17 to 20 ക്വസ്റ്റ്യൻസ് ഈ വർഷം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും 60 മിനിറ്റ്സ് ഒരു പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അറൗണ്ട് 60 മിനിറ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ തന്നെ റഫായിട്ട് 3 മിനിറ്റ്സ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 20 ക്വസ്റ്റ്യൻസ് ഒരു കുട്ടി പോലും ചെയ്യാൻ പോകുന്നില്ല ഓൾ ഇന്ത്യ ലെവൽ എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ 100% അഡ്വാൻസ് പരീക്ഷയ്ക്ക് വാങ്ങിയതായിട്ട് എൻ്റെ അറിവിലില്ല.
നമുക്ക് ഈ 20 ക്വസ്റ്റ്യൻസിൽ അതിൻ്റെ ഒരു 60% ആയി 12 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ നമ്മുടെ റാങ്ക് വളരെ ഹൈയിലേക്ക് പോകും. ആ 12 ഒരു 14 15 ആക്കിയാൽ നിങ്ങളുടെ റാങ്ക് ഓൾ ഇന്ത്യ 100 200 അടുത്തൊക്കെ വരും. ചിലപ്പോൾ 100 താഴോട്ടും വരും, ഡിപ്പെൻഡിങ് ഓൺ ദ എക്സാമിനേഷൻ ഹാർഡ്നെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കൊരു 12 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് 60 മിനിറ്റ്സ് 12 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അറൗണ്ട് 5 മിനിറ്റ്സ് വരെ ആവറേജ് ഒരു ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയത്തെക്കുറിച്ച് വലുതായിട്ട് പാനിക് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിലേക്ക് ഫോക്കസ് ചെയ്ത് കൂടുതൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം 3-4 മിനിറ്റൊക്കെ ഒരു ക്വസ്റ്റ്യന് പോയെന്ന് വെച്ചാലും അതൊരു വലിയ നഷ്ടമല്ല IIT എക്സാം എഴുതുന്ന സമയത്ത്. ഒരു ബാലൻസിങ് പോസിബിളാണ്. അറിയാത്ത ക്വസ്റ്റ്യൻസ് കഴിയുന്നതൊന്ന് വിട്ട് കളയുക തന്നെ ചെയ്യുക. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് വീണ്ടും വീണ്ടും വായിച്ച് സമയം കളയരുത്. കാരണം ഞാൻ അടുത്ത് പറയാൻ പോകുന്ന പോയിന്റ് അതിനെക്കുറിച്ചാണ്. ഈ അഡ്വാൻസ്ഡ് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരുപക്ഷെ നല്ല റാങ്കൊക്കെ മേടിച്ച് IITയിൽ ജോയിൻ ചെയ്തിട്ടുള്ള പല കുട്ടികളും പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. പല അറിയാവുന്ന ക്വസ്റ്റ്യൻസും അവർ പരീക്ഷാ ഹാളിൽ വെച്ച് വായിച്ചിട്ട് പോലും ഉണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. എനിക്ക് കഴിഞ്ഞ വർഷം ഇപ്പോഴും ഓർമ്മയുണ്ട്. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത് നല്ല റാങ്ക് വാങ്ങിപ്പോയൊരു പയ്യൻ, ഞാൻ കുട്ടിയുടെ പേര് പറയുന്നില്ല. ആ പയ്യൻ എന്നോട് പറഞ്ഞതാണ്, അതിന് മുമ്പത്തെ വർഷം IIT പരീക്ഷ എഴുതിയപ്പോൾ ഫസ്റ്റ് ചാൻസിൽ എഴുതിയപ്പോൾ വളരെ എളുപ്പത്തിലുണ്ടായിരുന്ന റേ ഒപ്റ്റിക്സിൽ ഒരു ലാസ്റ്റിലുള്ള ഒരു മെട്രിക്സ് മാച്ച് ക്വസ്റ്റ്യൻ കണ്ടതുപോലുമില്ല. റൊട്ടേഷന് ചില അല്പം ഹാർഡായുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിലേക്ക് ട്രൈ ചെയ്തിരുന്ന സമയം കളഞ്ഞു. അപ്പോൾ ഈ ഒപ്റ്റിക്സിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കണ്ടില്ല. ചുരുക്കത്തിൽ റൊട്ടേഷൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ അത് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തു. ഒരുപക്ഷെ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ സെക്കൻഡ് ചാൻസിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വരുമായിരുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കണ്ടോ എന്തുമാത്രം പ്രാധാന്യം, ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയത് കൊണ്ട് ഒരു വർഷം നഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ അത് നിങ്ങൾക്കുണ്ടാവരുത്. എസ്പെഷ്യലി മെട്രിക്സ് മാച്ചൊക്കെ പോലുള്ള ചില കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള, ഫിസിക്സിലൊക്കെ മെട്രിക്സ് മാച്ച് വരുന്ന കൂടുതൽ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ഇത്തരം ചാപ്റ്റേഴ്സ് എന്നൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അത്ര ഹാർഡ് ചാപ്റ്റേഴ്സ് ഒന്നുമല്ല. ഒരു മെട്രിക്സ് മാച്ച് വരുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 3 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, മൊത്തം മാർക്കിൻ്റെ 60% സ്കോർ ചെയ്താൽ വളരെ ഹൈ റാങ്ക് കിട്ടുന്ന ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കാണാതെ പോകരുത്. അറിയാവുന്ന ക്വസ്റ്റ്യൻ കാണാതെ പോയത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടപ്പെടരുത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മെട്രിക്സ് മാച്ച് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റിലായിരിക്കും വരിക മിക്കവാറും ഒക്കെ. അപ്പോൾ ആദ്യം ഹാർഡ് ക്വസ്റ്റ്യൻസ് പിന്നീട് ഈസി ക്വസ്റ്റ്യൻസും വരുന്ന രീതി ചിലപ്പോൾ വന്നേക്കാം. ആദ്യത്തെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് മനസ്സ് മടുത്ത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പരീക്ഷാ ഹാളിൽ വെച്ച് ഡിസിഷൻ എടുത്ത് കളയരുത്. അങ്ങനെ കളയരുത്. നിങ്ങൾ ലാസ്റ്റിലേക്കൊക്കെ നോക്കുക. ചിലപ്പോൾ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലെയൊക്കെ കാണും. എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞ മെട്രിക്സ് മാച്ച് ക്വസ്റ്റ്യൻസ്, ചില ഇൻറ്റിജർ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ കണ്ണിൽ പെടാതെ മിസ് ചെയ്ത് പോകരുത്. അത് എപ്പോഴും പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എസ്പെഷ്യലി ഫിസിക്സ് ചെയ്ത്. അപ്പോൾ അത് എല്ലാവരും ഓർത്തിരിക്കുക. പിന്നെ അടുത്ത വേറെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നോക്കൂ, പരീക്ഷയ്ക്ക് മിക്ക ക്വസ്റ്റ്യൻ ഒരേ മാർക്ക് തന്നെയാണ്. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങുമ്പോഴും ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ നമ്മുടെ ലക്ഷ്യം വിജയിക്കുക എന്നുള്ളതാണ്. ഒരു റണ്ണ് എക്സ്ട്രാ കൂടുതൽ എങ്ങനെയെങ്കിലും കിട്ടുമെങ്കിൽ, അതിപ്പോൾ എതിരാളിയുടെ കയ്യിൽ നിന്ന് മിസ് ചെയ്ത ഒരു ബോൾ അങ്ങോട്ട് വീണപ്പോൾ അയാൾ കാണാതെ ഒരു റണ്ണ് ഓടിയെടുത്തതാണെങ്കിലും ഫുട്ബോളിൽ ഗോൾ അടിക്കുക തന്നെയാണ് പ്രധാനം. എങ്ങനെ ഗോൾ അടിച്ചു എന്നുള്ളതിന് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, മാറഡോണയുടെ 1986 വേൾഡ് കപ്പിലുള്ള ആ ദൈവത്തിൻ്റെ കൈ കൊണ്ടുള്ള ആ ഗോളെന്ന് പറയുന്നത്, കൈ കൊണ്ട് തട്ടിയിട്ട് ഗോളാക്കി എന്ന് വെച്ച് മറഡോണ ഒരിക്കലും ഒരു മോശം കളിക്കാരനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഗോൾ അടിച്ചു എന്നുള്ളത് തന്നെയാണ്. റഫറിയെ വെട്ടിച്ച് കൈ കൊണ്ട് തട്ടിയിട്ടു. അത് നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ, വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ അതിന് നമുക്കൊരിക്കലും ഒരു നെഗറ്റീവ് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. അത് നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. അല്ല, പരീക്ഷാ ഹാളിൽ സ്കോറിങ്ങിനാണ് പ്രാധാന്യം. നിങ്ങളിപ്പോൾ റൊട്ടേഷനിലെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ക്വസ്റ്റ്യനോ ചെയ്ത് തന്നെ 4 മാർക്ക് നേടും എന്നുള്ളതിന് ഈക്വൽ തന്നെയാണ് നിങ്ങൾ കുറച്ചൊരു എളുപ്പമെന്ന് നമ്മൾ വിചാരിക്കുന്ന യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലെയോ മോഡേൺ ഫിസിക്സിലെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് മാർക്ക് ഉണ്ടാക്കുന്നത്. 2-4 മാർക്ക് സെയിം തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ചാപ്റ്റേഴ്സ് ഒരുപക്ഷെ കുട്ടികൾ വലുതായിട്ട് കാണാത്ത ചില വലിയ ചാപ്റ്റേഴ്സ്, ഇപ്പോൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എല്ലാ വർഷവും യൂണിറ്റ്സ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒന്നുകിൽ എറർ വെച്ചായിരിക്കും അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസ് വെച്ചായിരിക്കും. ആ ക്വസ്റ്റ്യൻ ഒന്നും ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പല വർഷവും കാണാതെ എഴുതാതെ വന്നിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ട് മാത്രം ഒരുപക്ഷെ ചെന്നൈ IIT കിട്ടാതെ പോയ കുട്ടികളെ എനിക്കറിയാം. യൂണിറ്റ്സിലെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഇയറിൽ, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിലെ ക്വസ്റ്റ്യൻസ്, ഗ്രാവിറ്റേഷനിലെ ക്വസ്റ്റ്യൻസ്, വേവ്സിലെ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്, അത്യാവശ്യം പ്രിപ്പറേഷൻ ഉള്ളവർക്ക്. ഇത്തരം ക്വസ്റ്റ്യൻസ് മിസ് ചെയ്യരുത്. എളുപ്പമുള്ള ചാപ്റ്റർ ആണെന്ന് വിചാരിച്ച് അതിൽ യൂണിറ്റ്സ് അല്ലേ പിന്നീട് ചെയ്യാം, റൊട്ടേഷനോ എങ്കിൽ ഇത് ചെയ്യാം, അങ്ങനെയും ചിന്തിക്കരുത്.
എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ പ്രിഫറൻസ് ആയിരിക്കണം. നോക്കൂ, ഈസി ആയിട്ട് നമ്മൾ കാണുന്ന ഫസ്റ്റ് ഇയറിലെ ചാപ്റ്റേഴ്സ്, ഒരു പക്ഷേ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ പ്രത്യേകത എന്താണ്, ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ബാക്കി ചാപ്റ്റേഴ്സുമായിട്ട് വലിയ കണക്ഷൻ വരുന്നില്ല. ക്വസ്റ്റ്യൻസ് മിക്കവാറും സ്ട്രെയിറ്റ് ആയിട്ട് ആ ചാപ്റ്റർ മാത്രം റിലേറ്റഡ് ആയിരിക്കും. പക്ഷേ മെക്കാനിക്സ് ആണെങ്കിലോ ചിലപ്പോൾ 4-5 ചാപ്റ്റർ ക്യുമുലേറ്റീവായിട്ട് മിക്സ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുക. ഒരു പക്ഷേ നമ്മൾ അതിലേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ 7-8 മിനിറ്റൊക്കെ എടുത്തെന്നിരിക്കും. ആ 7-8 മിനിറ്റ് കൊണ്ട് ഹീറ്റിലെ ഒരു ക്വസ്റ്റ്യനും യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനിലെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത സമയം കൊണ്ട് 4 മാർക്ക് കിട്ടിയ സമയം കൊണ്ട് നിങ്ങൾക്ക് 8 മാർക്ക് ഇവിടെ ഗെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എളുപ്പമുള്ളത് സിംഗിളായിട്ട് മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വലിയ ക്യുമുലേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് വരാൻ സാധ്യതയില്ലാത്ത ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ഇയറിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഗ്രാവിറ്റേഷൻ, അതുപോലെ തന്നെ വേവ്സ്, അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, ഇതിലേക്ക് ക്വസ്റ്റ്യൻസ് ആരും മിസ് ചെയ്ത് കളയരുത്. സെക്കൻഡ് ഇയറിൽ കൊണ്ട് ഇത്തരം ചാപ്റ്റേഴ്സ്. സെക്കൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസമാണ് പ്രധാനം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം വരുന്നത് പലതോറും ക്യുമുലേറ്റീവ് ആയിട്ടാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും മൂവിങ് ചാർജസും ഇൻഡക്ഷനും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. ബട്ട് വാട്ട് അബൌട്ട് റേ ഓപ്റ്റിക്സ്, വാട്ട് അബൌട്ട് വേവ് ഓപ്റ്റിക്സ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. റേ ഓപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻസ് മിക്കതും ആ ചാപ്റ്റർ റിലേറ്റഡ് തന്നെയായിരിക്കും. വേവ് ഓപ്റ്റിക്സും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ മോഡേൺ ഫിസിക്സും. അപ്പോൾ സെക്കൻഡ് ഇയറിലെ ഒപ്റ്റിക്സ് ടോപ്പിക്, മോഡേൺ ഫിസിക്സ് ടോപ്പിക്, അറൗണ്ട് 15-20% ക്വസ്റ്റ്യൻ വരെ അതിനകത്തുനിന്ന് വരാം ഈ ചാപ്റ്റേഴ്സിൽ നിന്ന്. ഇതൊക്കെ ഹൈലി സ്കോറബിൾ ചാപ്റ്ററുകളാണ്. ഇത്തരം ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും കാണാതെ പോകരുത്. കഴിയുന്നതും ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം അതുകൊണ്ട് പരീക്ഷയ്ക്ക് എല്ലാ ക്വസ്റ്റ്യൻ ഈക്വൽ മാർക്കാണെന്നും അവിടെ വലിയ ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ അങ്ങനെയൊന്നും ഒരു ക്രൈറ്റീരിയയോ ഒരു വ്യത്യാസമോ ഇല്ല എന്നുള്ള കാര്യവും എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അത്തരം ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് പരീക്ഷാ ഹാളിൽ നിങ്ങൾ കണ്ടെത്തണം, അത് ചെയ്യുകയും വേണം. അപ്പോൾ ആ കാര്യം എല്ലാവരും ഓർത്തുകൊള്ളുക. ഇതും ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളപ്പോൾ ആ സ്കോറിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ആ പരീക്ഷാ ഹാളിൽ പരീക്ഷ എഴുതുക കൂടി ഒരു ബുദ്ധിയാണ്. ഇപ്പം നിങ്ങൾ 90% നിങ്ങളുടെ പ്രിപ്പറേഷൻ ബെസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി 10% എക്സാമിനേഷൻ ഹാളിൽ കാണിക്കേണ്ട ഇത്തരം ചില ട്രിക്കുകളാണ്, അല്ലെങ്കിൽ ചില ബുദ്ധികളാണ്. അത് നമുക്ക് മാക്സിമം സ്കോർ എത്തിക്കാൻ ശ്രമിക്കുക, അതാണ് ആവശ്യം. പരീക്ഷാ ഹാളിൽ നമുക്ക് ഈഗോയോ വേറെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഏറ്റവും നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളെടുത്ത് ഏറ്റവും അറിയാവുന്ന ടോപ്പിക്കുകൾ എന്ന് മാത്രമല്ല ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ കാണുന്ന ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എങ്ങനെ സ്കോർ ചെയ്താലും നിങ്ങൾക്ക് നല്ല പേഴ്സണിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ 18 ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിൽ വരുന്നതെങ്കിൽ അതിലൊരു 3-4 ക്വസ്റ്റ്യൻ മാത്രമേ ഹാർഡർ ലെവലിൽ ഉണ്ടാവാറുള്ളൂ. ബാക്കി 14 ക്വസ്റ്റ്യൻസും സിമ്പിളോ അല്ലെങ്കിൽ ഈസിയോ അല്ലെങ്കിൽ മോഡറേറ്റോ മാത്രം ലെവലുള്ളതായിരിക്കും. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക്, ഇത്രയും പരീക്ഷ എഴുതി നിങ്ങൾക്ക് അത് പറ്റുന്നതാണ്. അത്രയും ചെയ്യൂ. പിന്നെ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ടോപ്പേഴ്സ് ആവാൻ 100-നോ 50-നോ ഒക്കെ താഴെ വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ ടോപ്പേഴ്സ് എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിവുള്ള ചില കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ എളുപ്പമുള്ള 12-14 ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് ചെയ്യാനൊക്കും. അപ്പോൾ അവർക്ക് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. ആ സമയം കൊണ്ട് അവർക്ക് ആ ഹാർഡ് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് കിട്ടും. തീർച്ചയായിട്ടും അവർക്ക് ആ ടോപ്പർ ലിസ്റ്റിലോട്ട് കയറി പോവാം. ഇനി എല്ലാവരും ടോപ്പർ ആവില്ല, നമുക്കറിയാം പ്രാക്ടിക്കലി പറഞ്ഞാൽ. കുറച്ചുകൂടെ താഴോട്ട് എന്ന് വെച്ചാൽ ഒരു 1000 റേഞ്ചിലോ 2000 റേഞ്ചിലോ ഒക്കെ റാങ്ക് വരാനോ അല്ലെങ്കിൽ അത്രയും കാലിബറുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ആ മീഡിയം ലെവൽ വരെയുള്ള 12-14 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതിയാവും. ഹാർഡർ സെക്ഷനിലേക്ക് ഒരുപക്ഷെ ഈ ടോപ്പേഴ്സ് ചെയ്യുന്ന സമയത്തെക്കാളും അവർക്ക് കൂടുതൽ സമയം എടുത്തെന്നിരിക്കും. അപ്പോൾ അവർക്ക് അത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ റാങ്ക് ഒരു 5000-6000 റേഞ്ചിലേക്കൊക്കെ വരുന്ന ടൈപ്പ് ആണ് നിങ്ങളുടെ ഒരു ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ എങ്കിൽ നിങ്ങൾ അവിടെയും നെഗറ്റീവ് വരുത്താതെ നമുക്ക് എളുപ്പമുള്ള ആ ടോപ്പിക്കുകളിലുള്ള ക്വസ്റ്റ്യൻസ്. കാരണം പരീക്ഷ IIT എന്ന് പറയുന്ന പരീക്ഷ എന്ന് പറയുന്ന ഒരു ഹാർഡ്നെസ് അവിടെ കിടക്കുകയാണ്. അത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആൻസൈറ്റിയും ടെൻഷനും ഉണ്ട്. അത് എല്ലാവർക്കും ഉണ്ട്. ഈ 2.5 ലക്ഷം പേർക്കും ഉണ്ട് പരീക്ഷ എഴുതുന്നവർക്ക്. അവിടെ ടോപ്പറെന്നോ അല്ലെന്നോ ഒന്നുമില്ല. ഒറ്റ കാര്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പരീക്ഷ എഴുതി തുടങ്ങുന്ന സമയത്ത് എല്ലാവരുടെയും മാർക്ക് 0 തന്നെയാണ്. രാവിലെ പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മാർക്ക് 0 തന്നെയാണ്. 6 മണിക്കൂർ പരീക്ഷ കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പരീക്ഷാ ഹാളിനെ കൂടി യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ വിജയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ആ പരീക്ഷാ ഹാളിൽ മാക്സിമം സ്കോറിങ്ങിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ഹാർഡർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നത് നല്ലത് തന്നെയാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യനും ഹാർഡർ ആയിരിക്കില്ല എന്നും ഈസി ആവറേജ് എബോ ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്നും അത് മിസ് ചെയ്തിട്ടില്ല എന്നുകൂടി പരീക്ഷാ ഹാളിൽ നമ്മൾ ഉറപ്പുവരുത്തണം. ഇത്രയും പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അതിനുള്ളൊരു മൈൻഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ചാപ്റ്റേഴ്സ് പിന്നെ ഞാൻ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ഒന്ന് കെയർഫുള്ളായിട്ട് നിങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ
ഒന്ന് ഫോളോ ചെയ്യാമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പം കിട്ടാൻ ചാൻസ് ഉള്ളതിനേക്കാളും ഒരു എക്സ്ട്രാ 5% മാർക്ക് നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക, ടെൻഷനൊന്നും വേണ്ട. ഇതൊരു വലിയ പരീക്ഷയാണ്, പക്ഷേ നിങ്ങളും വലിയ ആൾക്കാരാണ്, നിങ്ങളും വലിയ സക്സസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. JEE മെയിൻ ക്ലിയർ ചെയ്തവരാണ്, ടോപ്പ് 2 ലക്ഷം വന്നതിലാണ്, കേരളത്തിലെ ടോപ്പ് 8000 വന്നവരാണ്. തീർച്ചയായിട്ടും നിങ്ങളെ കാത്ത് ഒരു IIT സീറ്റ് ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോളേജിൽ ഇഷ്ടപ്പെടുന്ന കോഴ്സായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോവുക, പരീക്ഷ എഴുതുക, അത് ഗെയിൻ ചെയ്യുക. ഒരുപക്ഷെ 2 മാസം കഴിയുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും IIT-യിൽ എഞ്ചിനീയറിംഗ് കോഴ്സിന് BTech കോഴ്സിന് ജോയിൻ ചെയ്ത ഒരു സ്റ്റാറ്റസ് ആയിരിക്കും. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ അയാമൻ IITian എന്നുള്ള ആ സ്റ്റാറ്റസ് നിങ്ങൾക്കെല്ലാവർക്കും ഇടാൻ പറ്റിയേക്കുമെന്നല്ല, പറ്റും. ബി കോൺഫിഡൻറ്റ്, പോയി വിജയിച്ചിട്ട് വരിക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.